കർണാടകയിലെ അങ്കോലയ്ക്കടുത്ത് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ നിർത്തിവെച്ചു. റോഡിലെ മണ്ണ് നീക്കുന്നതിനാണ് അധികൃതർ ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും ലോറിയുടെ സിഗ്നൽ ലഭിച്ച സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുന്നത് നിർത്തിയെന്നും സ്ഥലത്തുള്ള മലയാളിയും ലോറി ഉടമയുടെ സഹോദരനുമായ അൽഫു പറയുന്നു. ഖേദകരമാണ് കാര്യങ്ങൾ. ഏറെ വൈകിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയത് തന്നെ. 4 ദിവസമായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്, ഒരു നാടുണ്ട്. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അർജുന്റെ അതിജീവനത്തിനായി. എന്താണ് അർജുന് സംഭവിച്ചത് എന്ന് ആദ്യം ഞാൻ പ്രേക്ഷകരോട് വിശദീകരിക്കാം. അർജുൻ 8 ദിവസങ്ങൾക്ക് മുൻപാണ് ബെൽഗാമിലേക്ക് തടിയെടുക്കാൻ വേണ്ടി പോകുന്നത്, കോഴിക്കോട് നിന്നുള്ള വസതിയിൽ നിന്നും. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം ബെൽഗാമിൽ നിന്നും, അതായത് ഉത്തര കന്നഡയിൽ നിന്ന് ഏകദേശം 220 കിലോമീറ്റർ വടക്കുള്ള ബെൽഗാമിൽ നിന്നും തടിയെടുത്തതിനു ശേഷം ഇതേ ഹൈവേയിൽ കൊച്ചി പനവേൽ ദേശീയപാതയിലൂടെ തിങ്കളാഴ്ച രാത്രിയിൽ യാത്ര പുറപ്പെടുന്നു. ഷിരൂരെത്തുമ്പോൾ സമയം ഒരുപക്ഷെ പ്രഭാതം 3:30. ഈ സമയത്താണ് ഷിരൂരിലെത്തുന്ന ഘട്ടത്തിൽ തൻ്റെ സുഹൃത്തുമായി ഈ അർജുൻ സംസാരിച്ചിരുന്നു എന്നതിന് തെളിവുകളുണ്ട് ഫോണിൽ. അതിനുശേഷം 9 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ ഷിരൂരിലെ ചന്തുമഠ് കഴിഞ്ഞ് അല്പം കൂടി ദൂരം മുന്നിലേക്ക് വന്നാൽ ഗംഗാവാലി നദി ഒഴുകുന്ന തീരം. ആ തീരത്തുകൂടിയാണ് പിന്നെ നാഷണൽ ഹൈവേ പോകുന്നത്. ഗംഗാവാലിയുടെ തീരപ്രദേശത്തോടുകൂടി ഏകദേശം ഒരു 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ പോയിന്റിലെത്തും. ഇവിടെ കുറേയധികം ചെറിയ ചെറിയ ധാബകളുണ്ട്, ഞാനത് കാണിക്കാം. ആ ധാബ കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ രാജസ്ഥാനി ധാബ, അത് കഴിഞ്ഞാൽ പിന്നീട് ഗംഗാവാലി ഹൈവേ ബ്രിഡ്ജ്, അതിനുശേഷം നേരെ ഹൊസൂർ പട്ടണത്തിലേക്ക് പോകാം. ഇതുവഴി നേരെ മാംഗ്ലൂർ വഴി കോഴിക്കോട്, ദെൻ മലപ്പുറത്തെ ഇടവണ്ണ. ഏകദേശം 220 കിലോമീറ്റർ ദൂരം 5.5-6 മണിക്കൂർ കൊണ്ടാണ് അർജുൻ സഞ്ചരിക്കുന്നത്. അർജുൻ ഓടിക്കുന്നതാവട്ടെ ഭാരത് ബെൻസിൻ്റെ ഏറ്റവും പുതിയ ട്രക്കുമാണ്, 12 വീലുള്ള ട്രക്ക്. അതിൽ 40 ടണ്ണോളം തടി കയറ്റിയാണ് അർജുൻ ട്രക്ക് ഓടിച്ച് ഷിരൂർ വഴി, ഈ ഷിരൂർ ചന്തുമഠ് വഴി ഈ പറയുന്ന പ്രദേശത്തേക്ക് എത്തുന്നത്. അങ്കോളയിൽ ഷിരൂരിലുള്ള ഈ പ്രദേശത്തെത്തുമ്പോഴേക്കും പുലർച്ചെ ആയിട്ടുണ്ടാവാം. ക്ഷീണം കാരണം അർജുൻ വാഹനം ഈ സൈഡിൽ പാർക്ക് ചെയ്തതിനു ശേഷം വിശ്രമിച്ചിട്ടുണ്ടാവാം. ഇതിന് തൊട്ടടുത്ത് പുഴയോട് ചേർന്ന ഈ ഭാഗത്ത് ഒരു ചെറിയ ടീ ഷോപ്പുണ്ട്. അവിടെ 5ഓളം കുടുംബങ്ങൾ ചേർന്ന് നടത്തുന്ന, 5ഓളം അംഗങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു കുടുംബ ടീ സ്റ്റോൾ, ഒരു ചെറിയ തട്ടുകട. ആ തട്ടുകടയിൽ ചായ കുടിക്കും, അതിനുശേഷം യാത്ര പുറപ്പെടും എന്നാണ് കരുതിയത് എന്നാണ് സുഹൃത്ത് പറയുന്നത്. പക്ഷേ 8:45 തിങ്കളാഴ്ച രാത്രിയിൽ യാത്ര ആരംഭിക്കുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 8:40 ഇവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്ക് വലിയ കുന്നുകൾ ഇടിഞ്ഞു വീഴുകയാണ്. ആദ്യം ചെറിയ രീതിയിൽ ഇടിഞ്ഞു വീഴുന്നു, അതിനുശേഷം ഈ ഭാഗത്തു നിന്നും മണ്ണിടിഞ്ഞു വീഴുന്നു. അങ്ങനെ അർജുനൻ്റെ ട്രക്കിൻ്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്നു. അവിടെ ഉണ്ടായിരുന്ന ചെറിയ വാഹനങ്ങൾ മണ്ണിടിച്ചിലിൽ നേരെ ഗംഗാവാലിയിലേക്ക് വീഴുന്നു. പല വാഹനങ്ങളും ഗംഗാവാലിയിലേക്ക് വീണ് താഴേക്ക് പതിക്കുന്നതായിട്ടും കാണുന്നു. ഈ ഗംഗാവാലിയോട് ചേർന്നുണ്ടായിരുന്ന ചെറിയ ടീ സ്റ്റോളിലുണ്ടായിരുന്ന 5 പേരും ഈ മണ്ണിടിച്ചിലിൽ കൊല്ലപ്പെട്ടു. അവരുടെ മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒപ്പം 2 ട്രക്ക് ഡ്രൈവർമാരുടെ മൃതശരീരവും ഈ ഭാഗത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഭാരത് ബെൻസിനുള്ളിൽ വിശ്രമിക്കുകയായിരുന്ന അർജുൻ്റെ ശരീരവും കിട്ടിയിട്ടില്ല, ആ ട്രക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവിടെ നിന്നും 500 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ മാത്രമാണ് ഇടവണ്ണയിലേക്ക് എത്താൻ കഴിയുമായിരുന്നത്. പക്ഷേ അതിനു മുൻപ് ഒരു ബ്രേക്ക് എടുത്ത അർജുൻ എന്തു സംഭവിച്ചു എന്നാണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. ഇനി യഥാർത്ഥ ചിത്രം ഞാനൊന്ന് പ്രേക്ഷകരെ കാണിക്കാം. എന്താണ് ഈ ചിത്രത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നത് നമുക്കൊന്ന് പോയി നോക്കാം. നമുക്കൊപ്പം നമ്മുടെ അതിഥികൾ കൂടി ഉണ്ട്. അർജുനെ ഡ്രൈവിംഗ് മേഖലയിലേക്ക് കൊണ്ടുവന്നയാൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുനീർ ആണ് നമുക്കൊപ്പം ചേരുന്നത്. മുനീർ, നമസ്കാരം. മുനീർ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നല്ലേ അർജുൻ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്? നമസ്കാരം. അല്ലല്ല, ഞാൻ ആദ്യം ഉപയോഗിച്ച നേവി സ്റ്റാറാ. ഓക്കെ, ഈ വാഹനം വേറെ വണ്ടിയാണ് ആള് എടുത്തത്. ഇല്ലല്ല, ഈ വാഹനം ഇപ്പൊ ആള് ഓടിക്കുന്ന വണ്ടി ഞാൻ ഉപയോഗിച്ചല്ല. ഓക്കെ, നേവി സ്റ്റാർ ആയിരുന്നു എൻ്റെ. ഓക്കെ, അർജുൻ ഇപ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞു. ഏകദേശം 60-62 മണിക്കൂർ ആകാൻ പോകുന്നു അർജുൻ ഈ മണ്ണിനടിയിൽ പെട്ടിട്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആ വാഹനത്തിൽ ഭക്ഷണം ശേഖരിച്ചു വെച്ചിരിക്കാനുള്ള സ്ഥലമുണ്ട്, കുടിവെള്ളം ശേഖരിച്ചു വയ്ക്കാനുള്ള ഇടമുണ്ട്, എയർ കണ്ടീഷനുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്നലെ വൈകുന്നേരവും, ഇന്നലെ 8 മണിയോടുകൂടി വാഹനം റീസ്റ്റാർട്ട് ചെയ്തു എന്നും പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ മുനീർ എന്താണ് കണക്കാക്കുന്നത്? അർജുനിൽ ജീവന്റെ തുടിപ്പ് ഉണ്ടാകുമല്ലോ അല്ലേ?
ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ ഇത് വണ്ടി സ്റ്റാർട്ടാണെന്നുള്ള ഉറപ്പില്ല. അത് സ്റ്റാർട്ടാണോ ഇല്ലേ എന്നുള്ള അറിയില്ല. അത് GPS അവിടെ ഇത് 2 റോഡാണിത്. കാരണം വൺ വേ ആണ്. ഈ റോഡിൽ ഒരു വൺ സൈഡ് ആണ് നമ്മളെ അങ്കോല നിന്നിട്ട് വരുന്ന റോഡ്, മംഗലാപുരത്തേക്ക് വരുന്ന റോഡിൻ്റെ സൈഡിലാണ് ഇയാൾ വണ്ടി നിർത്തുന്നത്. നമ്മളെ ഗോവക്ക് പോകുന്ന റോഡിൽ അങ്ങോട്ട് പോകുന്ന റോഡിലാണ് ടീ സ്റ്റാൾ ഉള്ളത്. ഞാൻ മുനീർ ഒരു നിമിഷം, മുനീർ ഈ ദൃശ്യം കാണുമോ എന്നറിയില്ല. മുനീർ ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ആ ദൃശ്യം, മണ്ണിടിയുന്നതിന് മുമ്പുള്ള ദൃശ്യം കൂടി നമ്മളൊന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് എക്സാക്ട് ലൊക്കേഷൻ. ഈ ടവർ മണ്ണിടിഞ്ഞു വീണ് കിടക്കുന്ന സ്ഥലത്ത് ഇപ്പോഴും നമുക്ക് കാണാം. ഏകദേശം ഈ ഭാഗത്തായിട്ടായിരിക്കാം അർജുൻ വാഹനം ഒതുക്കിയിട്ടുണ്ടാവുക. മുനീറിന് ആ ദൃശ്യം കാണാൻ കഴിയുമെങ്കിൽ, പ്രേക്ഷകർക്ക് കാണാൻ കഴിയുമെങ്കിൽ, ഇതാണ് പനവേൽ കൊച്ചി ഹൈവേയിൽ ഈ ഭാഗത്തു നിന്നാണ് ബെൽഗാം ഭാഗത്തു നിന്ന് കൊച്ചിയിലേക്കുള്ള ട്രക്കുകൾ വരുന്നത്. ഇതേപോലെ ട്രക്കുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു ഭാഗത്തായിരിക്കാം അർജുൻ തൻ്റെ ബെൻസ് ട്രക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഈ ഹൈവേ കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് നേരത്തെ മുനീർ സൂചിപ്പിച്ചതുപോലെ പനവേലിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെയും വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതായി പ്രേക്ഷകർക്ക് കാണാം. 360-ൽ നമ്മളിതൊന്ന് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രേക്ഷകർക്ക് കാണാം, ഇവിടെ പനവേലിലേക്ക് പോകുന്ന വാഹനങ്ങളുണ്ട്. ഈ ഭാഗത്തേക്ക് തിരിച്ചാൽ കൊച്ചിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. ഈ ഭാഗത്താണ് അർജുൻ്റെ വാഹനം നിർത്തിയിട്ടുണ്ടാവുക, അല്ലേ മുനീർ? യെസ്. ആ വെള്ളം ചാടുന്നതിൻ്റെ സൈഡിലാണ് വണ്ടി നിർത്താൻ സാധ്യത. മുകളിലും വെള്ളം വരുന്ന ഒരു ചെറിയ അരുവി വരുന്നുണ്ട് മുകളിൽ നിന്ന് താഴേക്ക്. ആ അരുവി വരുന്ന ഭാഗത്താക്കി വാഹനം നിർത്തിയിട്ടുണ്ടാവും, അല്ലേ? അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയ തട്ടുകടയുണ്ട്, ഗംഗാവാലി നദിയോട് ചേർന്ന്. അതെ. ആ തട്ടുകടയിൽ പോയി ചായയും കുടിച്ചതിന് ശേഷം യാത്ര പുറപ്പെടുക എന്നതായിരിക്കാം ഒരുപക്ഷെ അർജുൻ ലക്ഷ്യമിട്ടിരുന്നത്, അല്ലേ? അത് തീർച്ചയായിട്ടും. അത് രാവിലെ രാത്രി അവരവിടെ വന്ന് കിടക്കും. എല്ലാ വണ്ടിക്കാരും കിടന്നിട്ട് രാവിലെ എല്ലാ കർമ്മങ്ങളും കഴിച്ചിട്ട് അവിടുന്ന് ഒരു ചായയും കുടിച്ച് അവിടെ ദോശയൊക്കെ ഉണ്ടാവും. ആ ദോശയൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് വണ്ടി എടുത്ത് വിടല് ഒരു 8-9 മണിയാകുമ്പോൾ. എല്ലാ മലയാളീസിന്റെ എല്ലാ ലോറികളും അവിടെ ഉണ്ടാവലുണ്ട്. ഓക്കെ, അതായത് ഒരു 8 മണിയോടുകൂടി ഉണർന്ന് 8:30-9 മണിയോടുകൂടി ഭക്ഷണവും കഴിച്ച് പുറപ്പെടുകയായിരുന്നു ഒരു രീതി ഈ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്നും. 8:45 കൂടിയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നാണ് പ്രാഥമികമായ നിഗമനം. എന്ന് പറഞ്ഞാൽ ആ സമയം ഒരുപക്ഷെ അർജുൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടുണ്ടാവില്ല, അല്ലേ? ഉണ്ടാവില്ല. അതാണ് കാര്യം. 3 മണിക്ക് വന്ന് കിടന്ന ആളല്ലേ. അതെ. അപ്പം എന്തായാലും ലേശം നേരം കൂടെ കിടക്കാന്നുള്ള രീതിയിൽ അവിടെ കിടന്നിട്ടുണ്ടാവും. നമുക്ക് ഒരു ദൃശ്യം കൂടി കാണാം. ഈ ദൃശ്യം നമ്മളെ വല്ലാതെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യമാണ്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തിൻ്റെ ഒരു ഷോട്ട് ഇവിടെയാണ് നിൽക്കുന്നത്. ഏകദേശം ഈ ഭാഗത്താണ് വാഹനം, ഈ ഭാഗത്തിനും ഇടയ്ക്കാണ് വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഏകദേശം 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെ വരും. എനിക്കൊന്ന് മുനീറിനും കാണാവുന്നതാണ്, പ്രേക്ഷകർക്ക് കാണാവുന്നത് പോലെ. ഈ സൈഡിൽ അപ്പുറത്തായിട്ടാണ് വാഹനം പാർക്ക് ചെയ്തത്. ഇവിടം മുതൽ ഇവിടം വരെ ഏകദേശം ഒരു 400 മീറ്ററോളം നീളത്തിലാണ് ഈ മണ്ണിടിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ആയിരിക്കാം അർജുൻ്റെ ലോറി പാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെയാണ് തട്ടുകടയുണ്ടായിരുന്ന സ്ഥലം. ഈ തട്ടുകടയിലെ 5 പേരും ഇവിടെ നിന്നും ഇവരുടെ മൃതശരീരം കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ഈ വാഹനത്തിന് മുൻപിലും പിൻപിലുമായി ചെറിയ വാഹനങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് വിവരം ലഭിക്കുന്നതനുസരിച്ച് ഒരു ബെൻസ് വാഹനവും ഈ ഭാഗത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെയും യാത്രക്കാർ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ മുനീർ നോക്കൂ, ഈ ഭാഗത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് മുമ്പിൽ അർജുൻ വാഹനം പാർക്ക് ചെയ്തു, അതിൽ കിടന്നുറങ്ങുന്നു. 8:45 കൂടി മണ്ണിടിച്ചിലുണ്ടാവുന്നു. വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ്. ഇത് പ്രേക്ഷകർക്ക് കാണാം. ആളുകളെയും ഇവിടെയുള്ള JCBയും ഒക്കെ എത്ര ചെറുതാണ് എന്ന് നോക്കൂ. അപ്പോൾ ഈ ഒന്ന് ഒലിച്ചു വന്നതിൻ്റെ വ്യാപ്തി പ്രേക്ഷകർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മുനീർ, എൻ്റെ സംശയം ഇതാണ്, ഈ ഭാഗത്ത് ഏകദേശം വണ്ടി മറിഞ്ഞ് അല്ലെങ്കിൽ വണ്ടിയുടെ മുകളിലേക്ക് ഈ മണ്ണ് വന്ന് വീഴുകയും, വണ്ടിക്ക് ഭാരമുണ്ട്, 40 ടൺ തടി കയറ്റിയാണ് ഈ ലോറി വരുന്നത്. അതുകൊണ്ട് എത്രമാത്രം മണ്ണ് വീണാലും ആ വണ്ടി ഷെയ്ക്ക് ചെയ്ത് മറിയാനുള്ള സാധ്യത കുറവാണല്ലേ മുനീർ? അത് തീർച്ചയായിട്ടും അത് ഒരിക്കലും ഒലിച്ചു പോകാൻ സാധ്യതയില്ല. കാരണം ഇത്രയും ടന്നുണ്ട്, 40 ടന്നുള്ളൊരു വണ്ടി, 40 ടന്ന് ലോഡും വണ്ടിൻ്റെ വെയിറ്റും ഒരു 9 ടന്ന്, അങ്ങനെ 49-50 ടന്നിൻ്റെ അടുത്ത് വെയിറ്റ് ഉള്ളൊരു വണ്ടി ഒരിക്കലും ഒലിച്ചു പോകാൻ സാധ്യതയില്ല. അതായത് ഇത് ഇങ്ങോട്ട് പോയാൽ പനവേൽ റോഡും ഇങ്ങോട്ട് വന്നാൽ കൊച്ചി റോഡുമാണ്. അപ്പോൾ ആ ഭാഗത്ത് മണ്ണ് വീണാൽ അവിടെ നിന്ന് തെറിച്ച് ഈ ഗംഗാവാലി എന്ന് പറയുന്ന നദിയിലേക്ക് വരണമെങ്കിൽ ഈ റോഡും കടന്ന് ഇതിലേക്ക് വന്ന് വീഴണം.
പക്ഷെ അതിനുള്ള സാധ്യതയില്ല. കാര്യം 40 ടണ്ണോളം തടി കയറ്റി വന്നിരിക്കുന്ന ലോറിയാണ്. അത് ഈ റോഡ് മറികടന്ന് ഇവിടേക്ക് വന്ന് വീഴുക സാധ്യമല്ല. ഒന്ന്. നമ്പർ 2, അത് തന്നെ മറിയാനുള്ള സാധ്യതയും കുറവല്ലേ? കാരണം 40 ടണ്ണോളം ഭാരം മുകളിൽ ഇരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുകൾ ഭാഗത്തേക്ക് മണ്ണ് വന്ന് വീണാൽ മണ്ണതിന്റെ മുകളിൽ വീഴുമെന്നതിനും അപ്പുറത്തേക്ക് ആ വണ്ടി മറിയാനുള്ള സാധ്യതയും കുറവല്ലേ മുനീർ? മറയാൻ സാധ്യതയില്ല. വണ്ടി മറിയാൻ ഒരിക്കലും സാധ്യതയില്ല. കാരണം ആ വീതി ഈ റോഡിൻ്റെ സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം. കാരണം ഞങ്ങളൊക്കെ അവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങോട്ട് മറിയാൻ സാധ്യതയില്ല. മണ്ണ് വീണ് കഴിഞ്ഞാൽ ആ വീണ സ്ഥലത്ത് വണ്ടി ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. അവിടെയാണ് ഒരു ചോദ്യമുള്ളത് മുനീർ. മുനീർ അറിയാമല്ലോ, സാധാരണ കിടന്നുറങ്ങുമ്പോൾ AC ഇട്ടോ AC ഇടാതെയോ കിടന്നുറങ്ങാം. പക്ഷെ നല്ല തണുപ്പായിരുന്നു ആ സമയത്ത്. അപ്പോൾ തണുപ്പായിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും AC ഇട്ട് ഉറങ്ങാനുള്ള സാധ്യതയും ഉണ്ടാവില്ല. അപ്പോൾ ഉറങ്ങുന്നതിനിടയിലാണ് മണ്ണ് വീണതെങ്കിൽ അതിന് തൊട്ട് മുകളിലേക്ക് മണ്ണ് വീഴുന്നു. പക്ഷേ ഇത് അടച്ചിട്ടായിരിക്കുമല്ലോ കിടന്നുറങ്ങുക. ഈ ക്യാബിനുള്ളിലേക്ക് മണ്ണ് വീഴാനുള്ള സാധ്യത കുറവല്ലേ ഗ്ലാസ് പൊട്ടിയിട്ടില്ലെങ്കിൽ? അത് ഗ്ലാസ് പൊട്ടിയിട്ടില്ലെങ്കിൽ സാധ്യത കുറവാണ്, മണ്ണ് വീഴില്ല. പക്ഷേ അവിടെ ഒരിക്കലും AC ഇട്ട് കിടക്കേണ്ട കാര്യമല്ല. നല്ല തണുപ്പുള്ള സ്ഥലമാണ് അത്. വെള്ളം ഒരു സൈഡിൽ നിന്ന് വെള്ളവും ഒരു സൈഡിൽ പുഴയായതുകൊണ്ട് നല്ല തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് അവിടെ AC ഇടാൻ സാധ്യത കുറവാണ്. അഥവാ AC ഇട്ടാലും ഇല്ലെങ്കിലും ഗ്ലാസ് പൊക്കിയിടും. അതെന്താണെന്ന് വെച്ചാൽ അവിടെ കുറച്ച് ചെറിയ കള്ളന്മാരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചെറിയ വണ്ടിയിൽ വന്നിട്ട്. അതുകൊണ്ട് നമ്മുടെ പൈസയും കാര്യങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് വെക്കാൻ നമ്മളെ ഡോറ് ലോക്ക് ചെയ്യുകയും ചെയ്യും, ഗ്ലാസ് പൊക്കിയിടുകയും ചെയ്യും. ഗ്ലാസ് പൊട്ടിയിട്ടില്ലെങ്കിൽ ഇല്ല എന്നുള്ള ഒരിതാണ്. ഈ ചളിയും മണ്ണും എല്ലാം കൂടെ വീണതായതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട്. ഗ്ലാസ് പൊട്ടൂല എന്നുള്ള ഒരു ഉറപ്പാണ്. അപ്പോൾ ഇപ്പോഴും ആള് അതിലുണ്ട് എന്നുള്ളതാണ്. അതാണ് മുനീർ നമ്മൾക്ക് ഇപ്പോൾ ആശ്വാസം നൽകുന്ന ഒരു കാര്യം. ഈ ഡോർ ഉയർത്തിയായിരിക്കും അവിടെ ഉണ്ടാവുക. പക്ഷെ നോക്കൂ, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ചിത്രമാണ് നമ്മൾ ഈ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കുന്നത്. ഇവിടെ മുനീറിനും കാണാൻ സാധിക്കും, ഇവിടെ വിവിധ JCBകൾ ഇവിടെ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് ടിപ്പറുകൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു JCB ഉണ്ട്, ഈ ഭാഗത്തൊരു JCB ഉണ്ട്, ചെറിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഈ ഭാഗത്ത് കാണാം. അപ്പോൾ ഇതിൻ്റെ വലിപ്പം നോക്കൂ മുനീർ. അതായത് ഒരു വലിയ JCB പോലും ഈ വലിയ മണ്ണിടിച്ചിലിൻ്റെ ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ ചെറുതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയ ഒരു മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു പക്ഷേ ഒരു 3-4 JCBയുടെ പൊക്കത്തിലുള്ള മണ്ണാണ് ഇവിടെ നിന്ന് മാറ്റേണ്ടത്. ഈ ഭാഗത്ത് മാത്രം നമുക്ക് മാറ്റേണ്ടത്. അത് അത്രമേൽ വലിയൊരു ബുദ്ധിമുട്ടേറിയ ഒരു പണിയായിരിക്കും അല്ലേ മുനീർ? തീർച്ചയായിട്ടും. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വിഷ്വൽ കണ്ടിട്ട് ഈ അർജുനെ കാണുന്നില്ല എന്നുള്ള ആ സമയം തൊട്ട് കണ്ടിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത് 2 JCBയാണ്. അത് മൂന്നാമത് ഒരു JCB ഉണ്ട്, 3 JCB ഉണ്ട്. അതിൽ 2 വർക്ക് ചെയ്യുന്നുള്ളൂ. അവർ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരം ഈ ഉച്ച വരെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ റോഡ് കറക്റ്റാക്കിയിട്ട് അവർ ആ മണ്ണ് മാറ്റുക, അവിടെ ബ്ലോക്ക് ഒഴിവാക്കാനുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എല്ലാവരും പറയുന്നത് മഴയാണ്. പക്ഷേ ഇന്നലെ മഴ കാണിക്കുന്നില്ല. ഈ ചിത്രങ്ങളിൽ തന്നെ കാണാം 1, 2, 3, 4, 5 JCBകൾ നമുക്ക് ഈ ചിത്രങ്ങളിൽ കാണാം. അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഈ ഭാഗത്ത് വന്ന് മണ്ണെടുക്കലല്ല, പകരം ഈ 2 ദേശീയപാതയുടെയും 2 വഴികളും ക്ലിയർ ആക്കാനുള്ള ശ്രമത്തിലാണ് അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അൽഫു അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതിനുള്ളിൽ കിടക്കുന്ന ജീവനുകളെ, അർജുനൻ്റേതടക്കം ഈ ബെൻസുകാരിൽ വന്നതടക്കമുള്ള ജീവനുകളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? പ്രാധാന്യം നൽകേണ്ടതും പ്രയോറിറ്റി നൽകേണ്ടതും ഈ ജീവൻ രക്ഷിക്കാനല്ലേ എന്നൊരു ചോദ്യം പ്രധാനപ്പെട്ടതല്ലേ മുനീർ? തീർച്ചയായിട്ടും അതാണ് ചെയ്യേണ്ടത് ആദ്യം. അതല്ലാതെ റോഡ് ഒരു ഇത്രയും JCB ഉണ്ടെങ്കിൽ അതുമല്ല, നമ്മളെ കേരളത്തിലാണെങ്കിൽ ഇതിന് ഭയങ്കര ഒരു ഇതുണ്ട്. കാരണം നമ്മളെ ഇവിടെ മലയിടിച്ചിലുണ്ടായാൽ നാനാ ഭാഗത്ത് നിന്നും ആൾക്കാർ വരികയും ചെയ്യും, JCB സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് അത് ഇതാക്കുകയും ചെയ്യും. അവിടെ വരുന്നത് എന്താ, അവിടെ ഇവരെ ഒരാളെ അങ്ങോട്ട് വിടുന്നില്ല. ഈ 2 ഹൈവേകളും നഗരങ്ങളിലേക്ക് പോകുന്ന ഹൈവേ ആണ്. ശരി, മാംഗ്ലൂരിലേക്കും കൊച്ചിയിലേക്കും ബോംബെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹൈവേ ആണ്. ആ ഹൈവേ തുറന്നു കൊടുക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ പ്രയോറിറ്റി ഏതിനാണ് എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടല്ലോ. ജീവൻ ഓരോ നിമിഷവും മിടിച്ചു കഴിയുകയാണ്. മുനീർ പറഞ്ഞതുപോലെ ഈ ചില്ലുകൾ പൊട്ടിയിട്ടില്ലെങ്കിൽ, മണ്ണുള്ളിലേക്ക് ക്യാബിനിലേക്ക് വീണിട്ടില്ലെങ്കിൽ അതിൽ വാഹനം മാത്രമല്ല. ഒരു കാര്യം കൂടി എനിക്ക് മുന്നോട്ട് ചോദിക്കാനുള്ളത്, ഇന്നലെ രാത്രിയിൽ 8:30 ഈ ബെൻസിന്റെ ഇഗ്നീഷൻ ഓൺ ആയിട്ടുണ്ട് എന്ന് ബെൻസ് കമ്പനിയിലെ ഉടമകൾ തന്നെ പറയുന്നുണ്ട്.
അതെന്താ, എങ്ങനെയാവാനാണ് സാധ്യത? ഇത് ഓട്ടോമാറ്റിക്കലി ഓൺ ആവാനുള്ള സാധ്യതയുണ്ടോ മുനീർ? അതൊരിക്കലില്ല. കാരണം ഈ പിന്നെ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ അത് ഓൺ ചെയ്തിട്ട് AC-ൻ്റെ ഫാന് വർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലാതെ എഞ്ചിൻ സ്റ്റാർട്ടായിട്ടുണ്ടാവില്ല എന്നുള്ള. അതായത് ബോധം നഷ്ടപ്പെട്ടാൽ പോലും ബോധം വരുന്ന സമയത്ത് ഈ വാഹനം ഒന്ന് ഓൺ ആക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവാം. അത് തീർച്ചയായിട്ടും അതായിരിക്കാം അവർ പറയുന്നത്, ഈ സിഗ്നൽ കാണിച്ചെന്ന് പറയുന്നത്. ഓക്കെ, മുനീർ ഒരു നിമിഷം തുടരുക. ഡോക്ടർ ശേഖർ കുര്യാക്കോസ് നമുക്കൊപ്പമുണ്ട്. കേരള ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറിയാണ്. ഡോക്ടർ ശേഖർ കുര്യാക്കോസ്, നമസ്കാരം. താങ്കൾ ഈ വാർത്തയോട് പ്രതികരിക്കുന്നത് ഞാൻ കേട്ടു. പക്ഷേ ഇപ്പോൾ ദുരന്ത നിവാരണം, അവിടുത്തെ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന നേരിട്ടുള്ള വിവരണങ്ങൾ പ്രകാരം ഈ റോഡ് ക്ലിയർ ചെയ്യാനുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്, ജീവൻ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനമല്ല എന്നാണ്. യഥാർത്ഥത്തിൽ ഈ സമയത്തുള്ള പ്രയോറിറ്റി അത് തന്നെയാണോ? ഡോക്ടർ അരുൺ, ഈ വിഷയത്തിൽ ഞാൻ രാവിലെ പ്രതികരിച്ചിരുന്നു. അവരെ റോഡിനെ ക്ലിയർ ചെയ്യുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. ഇന്നലെ തന്നെ അവരോട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആ സ്ഥലം വന്ന് സന്ദർശിച്ചിട്ട് ഒരു കാരണവശാലും രണ്ട് വശത്തു നിന്നും മണ്ണെടുത്തു മാറ്റരുത്, അങ്ങനെ മാറ്റിയാൽ നിങ്ങൾ ഈ മലയുടെ ബാക്കി ഭാഗവും കൂടി ഇടിഞ്ഞു വരുന്നത് നേരിടേണ്ടി വരും എന്ന് അറിയിച്ചിട്ടുണ്ട്. അവരോട് GSIയുടെ കൂടി ഇൻപുട്ടിന്റെ വെളിച്ചത്തിലാണ് അവർ റോഡ് ക്ലിയർ ചെയ്തിട്ട് റോഡിൽ നിന്ന് മലയിലേക്ക് വർക്ക് ചെയ്യണം എന്നാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന ഉപദേശം. ആ ഉപദേശമാണ് ഈ സ്പെസിഫിക് ആയി ഈ ചോദ്യം ഞാൻ അവിടുത്തെ സീനിയർ കൺസൾട്ടന്റിനോട് ചോദിച്ചതാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? നിങ്ങൾ ഈ കൂനയുടെ മുകളിൽ ഇതെവിടെയാണ് ഓരോ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ലൊക്കേറ്റ് ചെയ്ത് അവിടെ ഇടപെട്ടാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, GSI ഇന്നലെ വന്ന് കണ്ട് ഈ കാര്യങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞത് എന്നാണ്. അപ്പൊ അങ്ങനെ ജിയോളജിക്കലി ഒരു ഇൻപുട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. മാത്രമല്ല ആ ടെറൈൻ, എനിക്കൊന്ന് ശേഖർ കുര്യാക്കോസിന് ചിത്രം കാണാൻ പറ്റുന്നില്ല. നമ്മൾ ആ ചിത്രം വളരെ ക്ലോസ് ആയിട്ട് പ്രേക്ഷകരെ കാണിക്കുന്നത് ഈ രണ്ട് സൈഡുകളിൽ ഏകദേശം ഒരു 3 JCBയുടെ വലുപ്പത്തിൽ മണ്ണിങ്ങനെ ഇടിഞ്ഞു കിടക്കുകയാണ് ആ ഭാഗത്ത്. അതെ അരുൺ, ഞാൻ ഈ സ്ഥലത്ത് മെയ് മാസം ആദ്യത്തെ ആഴ്ച ഉണ്ടായിരുന്നു. ഈ വഴിയിലൂടെ 3 ദിവസങ്ങളുടെ ഇടവേളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച ആളാണ്. ഇവിടുത്തെ ആ ധാബയിൽ നിർത്തി ഭക്ഷണം കഴിച്ച ആളാണ്. അതുകൊണ്ട് ആ സ്ഥലത്തെ കുറിച്ച് എനിക്ക് വ്യക്തമായ പേഴ്സണൽ ധാരണയുണ്ട്. കണ്ണിൽ കണ്ട സ്ഥലമാണത്. അപ്പൊ അവിടെ ഇപ്പോ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ റിവർ അത് സ്വെല്ല് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ റോഡിന്റെ ഒരു ഭാഗം അത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ നദിയുടെ ഭാഗത്തേക്ക് അവര് കൂടുതൽ വലിയ ഭാരമേറിയ സംഗതികൾ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇടിഞ്ഞു പോകും. അപ്പോ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് ഒരു പാത വെട്ടിയെടുത്തിട്ട് വേണം അവർക്ക് മലയുടെ അങ്ങോട്ട് വർക്ക് ചെയ്യാൻ. അതിനുള്ള ശ്രമമാണ് അവർ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ശാസ്ത്രീയമായി തന്നെയാണ്, അതാണ് ആദ്യം ചെയ്യേണ്ടത് നിലവിൽ. അതെ, എങ്കില് ഇത് 200 മീറ്റർ 300 മീറ്റർ നീളത്തിൽ വലിയ മൺകൂന കിടക്കുവാണ്. 65,000-70,000 ടൺ മണ്ണെങ്കിലും കാണും അത്. അതിന്റെ എല്ലാ ഭാഗത്തും എത്തണ്ടേ നമുക്ക്? ഒരു ഭാഗത്ത് മാത്രമല്ലല്ലോ. ഒരു വാഹനമാണോ എന്ന് നമ്മൾക്ക് അറിയില്ലല്ലോ, ഒന്നിലധികം വാഹനങ്ങൾ ഉണ്ടോ എന്നും അറിയില്ലല്ലോ. രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് ഉള്ളത്, ഞാൻ ഉച്ചയ്ക്ക് ഈ വിഷയത്തിൽ പറഞ്ഞിരുന്നു. നമ്മൾ രാവിലെ അവരെ ബന്ധപ്പെട്ടപ്പോൾ GPR ഉപയോഗിക്കണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രേഖാമൂലം തന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയോട് ഈ സാധ്യത ആരായണമെന്ന് ആവശ്യപ്പെട്ടു. അതിന്റെ ഫലം എന്നോണം ഏതാണ്ട് ഒരു 10 മിനിറ്റ് മുമ്പ് അവിടുത്തെ ദുരന്ത നിവാരണത്തിന്റെ ചുമതലയുള്ള കമ്മീഷണർ എന്നെ വിളിച്ചിരുന്നു. റിലീഫ് കമ്മീഷണർ വിളിച്ച് ഈ GPR എവിടെ കിട്ടും എന്ന് അന്വേഷിച്ചിരുന്നു. നമ്മൾ പണ്ട് പുത്തുമലയിൽ കൊണ്ടുവന്ന NGIയിൽ ഈ GPR ലഭ്യമാണ് എന്നുള്ള വിവരം പാസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരതും കൊണ്ടുവരാൻ ശ്രമിക്കുമായിരിക്കും. നമ്മൾ എന്തെങ്കിലും നിർദ്ദേശം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ ശേഖർ കുര്യാക്കോസ്? ഉണ്ട്. നമ്മൾ രാവിലെ തന്നെ പറഞ്ഞിരുന്നു, ഈ മെറ്റൽ ബോഡിയുള്ള വലിയൊരു ട്രക്ക് ആയതുകൊണ്ട് ഇത് ഡിറ്റക്ട് ചെയ്യാൻ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറിന് വളരെ പെട്ടെന്ന് പറ്റും. അപ്പോ GPRന്റെ വിനിയോഗം അവിടെ ഉണ്ടാകണം എന്ന് നമ്മൾ അങ്ങോട്ട് അറിയിച്ചിരുന്നു. അത് NDMA അറിയിച്ചിരുന്നു. അവിടുന്ന് നമ്മൾ കർണാടകത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സെക്രട്ടറിയെയും അറിയിച്ചിരുന്നു ഇതിന്റെ സാധ്യത ആരായണമെന്ന്. അപ്പൊ അവരത് ചെവിക്കൊണ്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ശ്രീ ശേഖർ കുര്യാക്കോസ്, അങ്ങനെ ആ വീഡിയോ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ മൊബൈൽ ഫോണിലാണെങ്കിലും അങ്ങ് യാത്രയിലാണെങ്കിൽ ഞങ്ങളിപ്പോൾ ആ വാഹനത്തിന്റെ ഒരു സ്പെസിഫിക്കേഷൻ കൂടി ശേഖർ കുര്യാക്കോസിന് നൽകാം. അതിൽ നിന്ന് എന്താണ് ഒരു ഇൻഫറൻസ് എടുക്കാൻ സാധിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇന്ത്യൻ വിപണിക്കായി ജർമ്മൻ വാണിജ്യ വാഹന നിർമ്മാതാക്കളായ ഡെയ്ലർ AG വികസിപ്പിച്ച പ്രത്യേക ബ്രാൻഡാണ് ഈ ഭാരത് ബെൻസ്. ഇപ്പോൾ അർജുൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം.
വാഹനം. പുതുപുത്തൻ സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ വാഹനത്തിലുള്ളതെന്ന കാര്യത്തിൽ സംശയമില്ല. അത്യാധുനിക സംവിധാനങ്ങളുണ്ട് ഈ ഭാരത് ബെൻസിൻ്റെ ട്രക്കിൽ. ഏകദേശം 12 വീലുള്ള വലിയ രീതിയിലുള്ള ട്രക്കാണ് ഈ അർജുൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അർജുൻ ഉപയോഗിച്ച ഈ ട്രക്കിൻ്റെ വിശേഷങ്ങൾ എന്തെല്ലാം മിനീഷ് കുഞ്ഞിരാമൻ വിശദീകരിക്കും ബെൻസിനുള്ളിൽ നിന്ന്. ഭാരത് ബെൻസിൻ്റെ 3523 മോഡൽ 12 വീലുകളുള്ള അത്യാവശ്യം വലിയൊരു വണ്ടി തന്നെയാണ്. ഇതിലാണ് നമ്മുടെ അർജുൻ കഴിഞ്ഞ 3 ദിവസമായി കുടുങ്ങിക്കിടക്കുന്നത്. അർജുൻ്റെ അതിജീവനത്തിനു വേണ്ടി, അർജുൻ്റെ തിരിച്ചുവരവിന് വേണ്ടി ഒരു നാട് മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ വാഹനത്തിനുള്ളിൽ അതിജീവനത്തിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? ഏതായാലും ഇതിൻ്റെ അധികൃതരൊക്കെ പറയുന്നത് സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ്. ഏറ്റവും സേഫ്റ്റിയുള്ള വാഹനങ്ങളിൽ ഒന്നാണ് ഭാരത് ബെൻസ് എന്നാണ് പറയുന്നത്. നമുക്ക് കാണാം 12 വീലുകളുള്ള അത്യാവശ്യം വലിയൊരു വാഹനം തന്നെയാണ്, ലോറി തന്നെയാണ്, ട്രക്ക് തന്നെയാണ് ഈ കാണുന്നത്. 12 വീലുകളുണ്ട്. ഇതിൻ്റെ ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 350 മുകളിൽ ലിറ്റർ ഇതിൻ്റെ കപ്പാസിറ്റി ഉണ്ട് എന്ന് പറയുന്നു. ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത്, ഇതിപ്പോൾ ബോഡി ഇല്ലാത്ത വണ്ടിയാണല്ലോ, ഈ ബോഡി ഇല്ലാത്ത ഈ വണ്ടിക്ക് തന്നെ ഏകദേശം 7 ടണ്ണോളം ഭാരം വരുമെന്നാണ് പറയുന്നത്. ഈ ബോഡിയൊക്കെ കെട്ടി വരുമ്പോഴേക്ക് അതൊരു 8 ടൺ 8.5 ടൺ ഒക്കെ വരും. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഏകദേശം 30 ടണ്ണിന് മുകളിൽ തടികൾ ആ വണ്ടിയിൽ, അർജുൻ്റെ വാഹനത്തിൽ അത്രയും ടൺ ഭാരമുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ എളുപ്പത്തിലൊന്നും ഒരു മണ്ണ് ഇങ്ങനെ ഒഴുകി വന്ന് വളരെ പെട്ടെന്നൊന്നും ഇതിനെ തള്ളി നീക്കുക അതത്ര സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഏതായാലും പുഴയിലേക്ക് ഇല്ല എന്ന് സ്കൂബ ഡൈവിംഗുകാരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പുഴയിലേക്ക് വീഴാനുള്ള സാധ്യതകളൊക്കെ വളരെ സാധ്യത കുറവ് തന്നെയാണ്. പിന്നെ ഇതിന് വലിയ കല്ലുകളോ മറ്റോ വന്ന് വീണ് വല്ല അപകടവും പറ്റുമോ എന്നുള്ളതാണ്. ഇതിനിപ്പോൾ ഈ വാഹനത്തിൻ്റെ സൈഡിൽ നിന്ന്, വശങ്ങളിൽ നിന്ന് വന്ന് വലിയ ശക്തമായൊരു കല്ലോ മറ്റോ വന്ന് ഇടിക്കുകയാണെന്ന് കരുതുക. ഏകദേശം 1.7 ടൺ ഭാരം വരുന്ന ഒരു വലിയ കല്ല് വന്ന് ഇതിനകത്ത് അടിച്ചാൽ പോലും ഇതിൻ്റെ ബോഡി അത് താങ്ങുമെന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതിപ്പം ഈ മണ്ണിങ്ങനെ വലിയ ഉയരത്തിൽ നിന്നാണ് ഇടിഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു വലിയ കല്ല് വന്ന് വീഴുകയാണ് എന്ന് കരുതുക. അങ്ങനെ വന്ന് കരുതി ഇതിൻ്റെ ബോഡി ഏറ്റവും ടോപ്പിലുള്ളത്, അതായത് അതൊരു 7 ടൺ ഭാരമുള്ള ഒരു കല്ല് വന്ന് വീണാൽ പോലും അത് താങ്ങും, ഇതിനൊന്നും സംഭവിക്കില്ല. ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇതിങ്ങനെ അമർന്നു പോകില്ല, താണു പോകില്ല, അത്രയും സേഫ്റ്റി ഉണ്ട് എന്നാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ തന്നെ പറയുന്നത്. അപ്പോൾ ഭാരത് ബെൻസ് അങ്ങനെ സാധാരണ രീതിയിൽ ഉള്ളതുപോലെയല്ല, കൃത്യമായി അതിൻ്റെ ടെസ്റ്റുകളൊക്കെ നടത്തി വന്ന ഒരു വാഹനമാണ് എന്നാണ് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ്, ഇതിൻ്റെ അകത്തുള്ള സംവിധാനങ്ങൾ കൂടി, കാരണം അവിടെയാണല്ലോ നമ്മുടെ അർജുൻ ഇപ്പോൾ ഉള്ളത്, അർജുൻ്റെ സാഹചര്യമാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് ഏതായാലും ഇതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം. അകത്തും അത്യാവശ്യം നല്ല വലിപ്പവും സൗകര്യങ്ങളുമൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഭാരത് ബെൻസ്. ഇപ്പോൾ അർജുൻ അവിടെ ഉണ്ട്. അപ്പോൾ അർജുൻ ഈ വാഹനത്തിൻ്റെ ഉൾവശത്താണ് ഉള്ളത്. ഇത്രയും സൗകര്യമുണ്ട്. അത്യാവശ്യം ഒരാൾക്ക് ഇവിടെ പുറകുവശത്ത് ഒരാൾക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ 2 പേർക്ക് ഇവിടെ ഇരിക്കാം, വേണമെങ്കിൽ ഇവിടെ ഒരാൾക്ക് കിടക്കാം അല്ലേ. ആ രീതിയിലാണ് ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത്യാവശ്യം 7 ടൺ ഇതാണ് പറയുന്നത്. ഈ സോഫ്റ്റ്നെസ് നോക്കണ്ട, ഇതിൻ്റെ മുകൾ വശത്താണ് ഇതിൻ്റെ ഏറ്റവും കട്ടിയുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു 7 ടൺ ഭാരം വന്ന് അടിക്കുകയാണ് എന്ന് കരുതുക, ഒന്നും സംഭവിക്കില്ല. ഇതിൻ്റെ ഈ ടെസ്റ്റുകൾ ഇതുവരെ 12 വർഷമായി, ഭാരത് ബെൻസിൻ്റെ ഒരു ചരിത്രം തുടങ്ങിയിട്ട് 12 വർഷമായി. ഇപ്പോൾ ഈ 12 വർഷത്തിനിടയിലുണ്ടായ അപകടങ്ങളിൽ ആകെ 2 പേർ മാത്രമാണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം ഇതിന് സെക്യൂരിറ്റി ഉണ്ട്, സുരക്ഷയുണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ AC, അതുപോലെ GPS, അത്തരം കാര്യങ്ങൾ കൂടിയാണ് നമുക്കിനി നോക്കേണ്ടത്. അതിൻ്റെ ഒരു കാര്യങ്ങൾ, നമുക്ക് അതിജീവനത്തിൻ്റെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ AC പ്രവർത്തനം ഒക്കെ അറിയണം, GPS-ൻ്റെ പ്രവർത്തനം. അപ്പോൾ ഇതിൻ്റെ AC-യുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാണ്, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണോ, എങ്ങനെയാണ് ഇതിൻ്റെ? ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് നമുക്ക് AC ഓണായി കിടക്കുകയുള്ളൂ. സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി AC ആണ്. ഇപ്പോൾ വണ്ടി ഓഫായാൽ നമുക്ക് AC ഓഫാവും. AC ഓഫായാലും ഈ പറയുന്ന ബ്ലോവർ അതിനകത്ത് വർക്കിംഗ് ആയിരിക്കും. എയർ സർക്കുലേഷൻ ഉള്ളിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ സൗകര്യങ്ങളൊക്കെ വെച്ചിട്ട് AC ഓണാണെങ്കിൽ നമുക്കൊരു 2 ദിവസം 3 ദിവസമൊക്കെ ഇതിനകത്ത് നിൽക്കാം. ബ്ലോവർ ഉള്ളത് കൊണ്ട് നമുക്ക് നിൽക്കാം. പക്ഷേ ബ്ലോവർ പുറത്തുനിന്ന് എയർ വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വണ്ടി ഓഫാകാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ ഫ്യൂവൽ മാത്രം പോരാ, അതുപോലെ തന്നെ എയർ ഫിൽറ്ററിൽ കൂടി എയർ കയറി വന്ന് എഞ്ചിനിലേക്ക് ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ എയറും കൂടി മിക്സ് ആയിരിക്കണം. അപ്പോൾ ആണെങ്കിൽ മാത്രമാണ് വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ അതും നമുക്ക് ഈ മണ്ണ് വീണിട്ട് ഓഫായി പോകാനുള്ള സാധ്യത, അതിനും നമുക്ക് എന്താ പറയുക സാധ്യതകളുണ്ട്. ഓഫായി പോകാനുള്ള റീസൺ ഈ മണ്ണ് വീണത് കൊണ്ടും ഒരുപക്ഷെ നമുക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഞാനിതിൻ്റെ പുറകുവശത്തൊന്നും ഇരിക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ പുറകുവശത്ത് ഇരുന്ന് നമുക്കിത് വ്യക്തമായതാ, അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്, വലിപ്പമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ശ്വാസം കിട്ടുകയാണ്, AC വർക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ അർജുൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അർജുൻ ഇങ്ങനെ കാട്ടിലൊക്കെ പോയി തടിയെടുക്കാൻ പോകുന്നതാണ്.
അതുകൊണ്ട് തന്നെ ഭക്ഷണം അത്യാവശ്യം സൂക്ഷിച്ച് വെക്കാറുണ്ട് എന്നാണ് ലോറി ഉടമ പറയുന്നത്, അർജുൻ്റെ വീട്ടുകാർ പറയുന്നതൊക്കെ. വാഹനത്തിൽ അത്യാവശ്യ സമയത്തൊക്കെ ഭക്ഷണം ഉണ്ടാകും, കാരണം ഈ കാട്ടിലൊക്കെ പോകുമ്പോൾ എന്തായാലും ഭക്ഷണം ലഭിക്കുക ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് ശേഖരിച്ച് വയ്ക്കാറുണ്ട്. അങ്ങനെ ശേഖരിച്ച് വെച്ച ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, ഇവിടെ ഓക്സിജന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല. AC വർക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസമോ 3 ദിവസമോ ഒന്നും ഒരു പ്രശ്നമല്ല, കാരണം അത്രത്തോളം ഡീസൽ ഇതിൻ്റെ കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ GPS-ൻ്റെ സംവിധാനങ്ങളിലൂടെ നമുക്ക് പോകണം. GPS-ൻ്റെ സംവിധാനങ്ങൾ എങ്ങനെയാണ്? GPS സംവിധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി ഓഫായാലും GPS എവിടെ വരെ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ വണ്ടി അവിടെ കിടക്കുന്നിടത്തോളം നമുക്കവിടെ GPS നോക്കുന്നതിൽ വലിയ ഓപ്ഷനൊന്നും കാണുന്നില്ല, കാരണം വണ്ടി അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓൾമോസ്റ്റ് ഐഡന്റിഫൈ ചെയ്തു. ഈ GPS സിഗ്നൽ ലോസ്റ്റ് ആയി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ലോസ്റ്റ് ആയതിന് വണ്ടി ഓഫ് ആകുമ്പോൾ ലോസ്റ്റ് ആവും, പക്ഷെ നമുക്ക് എവിടം വരെയുള്ള പോയിന്റ് ഉണ്ട് എന്നുള്ളത് നമ്മളുടെ സിസ്റ്റം വഴി നമുക്ക് അറിയാൻ പറ്റും. ഇന്ന സ്ഥലത്ത് വണ്ടി ഇന്ന സ്ഥലത്ത് വെച്ചാണ് ഇത് ഓഫ് ആയേക്കണത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പം അർജുൻ്റെ കേസിലാണെങ്കിൽ GPS ഓൺ ആയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ വണ്ടി ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പിന്നീട് വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ആളതിനകത്തുണ്ട്, സേഫാണ്, ഓക്സിജന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നല്ലേ ഇത് മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സാധ്യതയുണ്ട്, കാരണം വണ്ടിയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടിയെങ്കിലും എയർ കയറാനുള്ള സാധ്യതകളും വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലാണ് വണ്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ അധികം ഡാമേജ് ഒന്നും ക്യാബിനിൽ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എയർ കയറിയിട്ടില്ലെങ്കിലാണ് ബുദ്ധിമുട്ടുണ്ടാവുക, അത് ഉണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കുക. തീർച്ചയായിട്ടും അതാണ്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് ഇതിപ്പോൾ അത്യാവശ്യം നേരത്തെ പറഞ്ഞതുപോലെയാണെങ്കിൽ ഒരു 7 ടൺ ഭാരം വന്ന് പതിച്ചാലും ഇതിനങ്ങനെ പെട്ടെന്നൊന്നും സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. അതെ, സംഭവിക്കില്ല എന്നുള്ളത്. അതുപോലെ തന്നെ സൈഡ് വശങ്ങളിലും. ഓക്കെ, അതാണ് ഈ ഭാരത് ബെൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കൃത്യമായ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കി വന്ന ഒരു വാഹനമാണ് ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് അർജുൻ്റെ അതിജീവനം അത് സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഇനി മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാലാണ് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ആ ഒരു പ്രതീക്ഷയോടെ നമുക്ക് അർജുൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കാം. വിനേഷ് കുഞ്ഞിരാമനാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഡോക്ടർ ശേഖർ കുര്യാക്കോസ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡോക്ടർ ശേഖർ കുര്യാക്കോസ്, നമ്മൾക്ക് ഇതുവരെ പരിചിതമല്ലാത്ത 2 പ്രധാനപ്പെട്ട ദുരന്തമുഖങ്ങളാണ്. ഒന്ന് നേരത്തെ ജോയിയുടെ കാര്യത്തിൽ ആമയിഴഞ്ചൻ തൊട്ടിൽ കണ്ടത്, ഇപ്പോൾ ഈ അർജുൻ പെട്ടിരിക്കുന്നത് പോലെയുള്ളൊരവസ്ഥ. ഈ വിശദീകരണം കേട്ടതിനു ശേഷം എന്താണ് ഡോക്ടർ ശേഖർ കുര്യാക്കോസിന് തോന്നുന്നത്? ഞാൻ ഇതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. നമ്മളുടെ വാഹനങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ കുറച്ചും കൂടി സുരക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ ഉള്ള നമ്മളുടെ സുഹൃത്ത് ആ വാഹനത്തിന്റെ സുരക്ഷയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും, സുരക്ഷിതമായി എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അത് തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് ചെയ്യാനുള്ള ആഗ്രഹം. അതിനപ്പുറത്തേക്ക് സ്പെക്കുലേഷൻസിന് സാധ്യതയില്ല. നമ്മൾ പോസിറ്റീവ് സ്പെക്കുലേഷൻ മാത്രമേ നോക്കുന്നുള്ളൂ ഡോക്ടർ ശേഖർ കുര്യാക്കോസ്. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും മാത്രമല്ല, നമ്മളിത് രാവിലെ മുതൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ ഒരു പ്രതീക്ഷ നൽകിയ 2 കാര്യങ്ങളിൽ ഒന്ന് ഈ വാഹനം ഈ ഗംഗാവാലി പുഴയിലേക്ക് പോയിട്ടില്ല, അത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. നേവിയുടെ സ്കൂബ സംഘം അത് ഉറപ്പിച്ചതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 40 ടൺ കയറ്റി വന്ന ലോറി, അതല്ലെങ്കിൽ അത്ര വലിയ ഭാരമുള്ളൊരു പാറ വന്ന് ഇടിച്ചിട്ടാൽ മാത്രമേ ഇത് പോകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ആ സാധ്യതയില്ല, 0 പോസിബിലിറ്റിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മണ്ണിനടിയിൽ ഈ വാഹനമുണ്ട്. അവിടെയും ഒരു പ്രതീക്ഷ നൽകുന്നത് ഇന്നലെ രാത്രി 8:30 വാഹനം സ്വിച്ച് ഓൺ ആയിട്ടുണ്ട് എന്ന് ഭാരത് ബെൻസിൻ്റെ ഉടമകൾ പറയുന്നു. കാര്യം അവിടെ GPS ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ജീവനോടെ ഈ അർജുൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഇഗ്നിഷൻ വേണം, അതില്ല എന്നാണ് ഈ വാഹനത്തിൻ്റെ ഉടമകൾ പറയുന്നത്. അതൊരു സാധ്യതയല്ലേ ശേഖർ കുര്യാക്കോസ്? അതെ, ഇപ്പോഴത്തെ അവസരത്തിൽ നമ്മൾക്ക് ഈ ബെൻസ് കമ്പനി ഒക്കെ പറയുന്ന കാര്യങ്ങളെ മുഖവിലേക്ക് എടുക്കുക. ഞാൻ കൂടുതലും ഇപ്പോൾ കാത്തിരിക്കുന്ന അടുത്ത ഈ മണ്ണ് മാറ്റുന്ന പ്രവർത്തനം ഇതേ രീതിയിൽ പോയാൽ അടുത്ത ഒരു 3 മുതൽ 6 മണിക്കൂറിനുള്ളിൽ നമ്മൾക്ക് ഇതിൽ കൃത്യതയുള്ള മറുപടി ലഭിക്കും അവിടുന്ന്. അതായത് ഇപ്പോൾ നിലവിലുള്ള അതേ വേഗതയിൽ പോയാൽ 8 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഉത്തരം കിട്ടും. അല്ല, 3 മുതൽ 6 മണിക്കൂറിനുള്ളിൽ ഉത്തരം കിട്ടും. 8 മണിക്കൂർ വേണ്ടി വരില്ല, അതിന് മുന്നേ തന്നെ കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷ. അതായത് ഇപ്പോൾ ഇവർ ആദ്യം ചെയ്യുന്നത് ഈ റോഡിന്റെ മണ്ണ്, അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭൂവിനിയോഗ വകുപ്പിന്റെയൊക്കെ നിർദ്ദേശപ്രകാരമായിരിക്കും അത് അവർ ചെയ്യുന്നുണ്ടാവുക. അത് നീക്കിയതിന് ശേഷം, അത് നീക്കുമ്പോൾ തന്നെ ഏകദേശം ചിത്രം തെളിയും അല്ലേ? തെളിയും, അതെ. കാരണം അത് നീക്കി ഏകദേശം അതിന്റെ നടുഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു അവര്. അപ്പോൾ ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മലയുടെ ഭാഗത്തേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടും. ആ സ്പേസ് കിട്ടുന്ന സമയത്തിനുള്ളിൽ അവർക്ക് GPR പോലുള്ള ഉപകരണങ്ങൾ കൊണ്ടുവരാൻ പറ്റിയാൽ
വളരെ പെട്ടെന്ന് നമ്മൾക്ക് ഇതിനൊരു മറുപടി കിട്ടും. ഈ GPR എത്തിയില്ലെങ്കിലും നാളെ പകലിനുള്ളിൽ നമ്മൾ അറിയും. ഈ രാത്രി പുലരും മുമ്പ് ഒരു പക്ഷേ അറിയാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ആ പ്രതീക്ഷയോട് ഇത് നിർത്തിയില്ലെങ്കിൽ അവിടുത്തെ മഴ ഇന്ന് രാത്രി നല്ല മഴയായിരിക്കും വടക്കോട്ടൊക്കെ. അപ്പോ ആ മഴ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലെങ്കിൽ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ ശേഖർ കുര്യാക്കോസ്. കാര്യം ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ മല ഇടിഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ഇതിന് തൊട്ടപ്പുറത്തുള്ള ഇത്രയും ഭാഗത്തും വലിയ മലയുണ്ടെന്ന് മാത്രമല്ല, ഏകദേശം സമാനമായ മണ്ണിന്റെ സ്വഭാവമാണുള്ളത് ഏകദേശം ഈ ഭാഗം മുഴുവൻ. അപ്പോൾ ഇനിയൊരു മഴ പെയ്താൽ ഇതിന് തൊട്ടടുത്തുള്ള ഭാഗം കൂടി ഇടിയാനുള്ള സാധ്യതയുണ്ടോ? ഡോക്ടർ അരുൺ, അതിന്റെ ഈ മലയുടെ ഭാഗത്തിന്റെ പ്രത്യേകത അങ്ങ് ഗൂഗിൾ നോക്കുന്നുണ്ടല്ലോ, അതിന്റെ പഴയ സാറ്റലൈറ്റ് ഇമേജുകൾ ഒന്ന് പരിശോധിക്കൂ. അവിടെ വളരെ ഫ്രഷായി കിഴക്കാൻ തൂക്കായി മുറിച്ചെടുത്ത ഒരു മലയുടെ ഭാഗമാണത്. അതുകൊണ്ടാണ് അവിടെ ഇടിഞ്ഞത്. എന്നാൽ നമ്മുടെ പുഴയുടെ അതിരിനോട് ചേർന്നുള്ള റോഡ് നേരെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ റോഡ് വളഞ്ഞ് ഷിറൂറിന് വളഞ്ഞ്, അതായത് ഗോവയുടെ ഡയറക്ഷനിൽ വളഞ്ഞ് മുകളിലോട്ട് കയറി പോവുകയാണ് ചെയ്യുന്നത്. ഈ പുഴയിൽ നിന്ന് മാറിയാണ് പിന്നീട് പോകുന്നത്. ആ ഭാഗങ്ങളിലൊന്നും അങ്ങനത്തെ കട്ടുകൾ നിങ്ങൾ കാണില്ല. ഈ സ്ഥലത്ത് കട്ട് ചെയ്താണ് ഒരു ബെഞ്ച് ഉണ്ടാക്കി, ആ ബെഞ്ചിലൂടെയാണ് ഈ റോഡ് കൊണ്ടുപോയിരിക്കുന്നത്, ഈ പുഴയ്ക്ക് പാരലായിട്ട്. എക്സാക്ട്ലി, നമുക്ക് കാണാൻ സാധിക്കും. കട്ടാണ് അവിടെ ഇടിഞ്ഞു പോയിട്ടുള്ളത്. ഹൈവേയുടെ രണ്ട് സൈഡിലായിട്ട് ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാര്യം ഈ റോഡിന്റെ സെൻട്രൽ മീഡിയനോട് ചേർന്നിട്ടൊരു കട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അതെ, അവിടെ നിന്നാണ് അവിടെ വെച്ച് കട്ട് ചെയ്ത് ബെഞ്ച് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ അതിന് മുകളിലോട്ട് ആ വളഞ്ഞു പോകുന്ന ഭാഗത്തൊക്കെ നല്ല പാറയാണ് എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്. ഇവിടെ മാത്രം ലാറ്ററൈറ്റ് ആണ്, ചുവന്ന മണ്ണാണ്. അത് ഇടിഞ്ഞു പോകുന്നതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഒരുപാട് ലൂസ് റോക്കുകളുണ്ട്, വലിയ പാറയുടെ കഷ്ണങ്ങൾ അതിന് മുകളിൽ അവിടെ ഇവിടെയും ഒക്കെ ഇരിപ്പുണ്ട്. അതെല്ലാം കൂടിയാണ് പോകുന്നത്. ഈ ശക്തമായ മഴ തുടർന്നാൽ ഈ വീണു കിടക്കുന്ന ചെളി, മണ്ണ് എല്ലാം കൂടി പോരുന്ന ഒരു സാഹചര്യവും ഇതിനോട് അടുത്തുള്ള പ്രദേശങ്ങളിൽ അതിനോട് ചേർന്നുള്ള ഈ ചുവന്ന മണ്ണുള്ള ഭാഗങ്ങൾ വീണ്ടും അടർന്നിരിക്കാനും സാധ്യതയുണ്ട്. അതല്ലാതെ മുകളിലോട്ടുള്ള ഭാഗത്തേക്കൊന്നും ഉണ്ടാകില്ല. കാരണം എന്ന് വെച്ചാൽ റോഡിന്റെ ഉയരമുള്ള ഭാഗങ്ങളിലേക്ക്, കാരണം അവിടെ കുറച്ചും കൂടി പാറ ചെത്തിയാണ് അവർ ആ റോഡ് വെട്ടിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ശേഖർ കുര്യാക്കോസ്. ഈ ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാണ്. ശേഖർ കുര്യാക്കോസ് പറഞ്ഞതുപോലെ ഈ അപകടം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൽ ഈ ഭാഗത്ത് ഇതാണ് ഇതിനകത്തൊരു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഈ KV ലൈൻ പോയിരിക്കുന്ന പോസ്റ്റാണ്. ഈ പോസ്റ്റിന് ഇപ്പുറത്തേക്കുള്ള ഭാഗം കുറച്ചുകൂടി കട്ടിയുള്ള ഭാഗമാണ്. ഈ ഭാഗത്തേക്ക് വരുന്നതോറും ചെമ്മണ്ണാണ്, അതിന് വലിയ മാർദ്ദവമുള്ളതാണ്, അത് വലിയ കട്ടിയുള്ളതല്ല. ഈ ഭാഗമാണ് പൂർണ്ണമായിട്ടും അടർന്നു പോന്നിരിക്കുന്നത്. ഒപ്പം ഈ KV ലൈൻ പോലും തകർത്തുകൊണ്ടാണ്, വീഴ്ത്തിക്കൊണ്ടാണ് ഈ മണ്ണ് മുഴുവൻ ഇടിഞ്ഞ് ഈ വാഹനത്തിന് മുകളിലേക്ക് വീണിരിക്കുന്നത് എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശേഖർ കുര്യാക്കോസ് പറഞ്ഞതുപോലെ 3 മുതൽ 6 മണിക്കൂറിനുള്ളിൽ നമുക്കൊരു ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളും നിൽക്കുന്നത്. ജീവന് വേണ്ടിയുള്ള ഒരു തിരച്ചിലാണ് നമ്മൾ നടത്തുന്നത്. മലയാളികൾക്ക് അസാധാരണമായ ഒരു രക്ഷാപ്രവർത്തന ദൗത്യമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് നടക്കുന്നത് അങ്കോളയിലാണ്. അത് ബെൽഗാമിൽ നിന്ന് ഏകദേശം 220 കിലോമീറ്റർ മാറിയും നമ്മുടെ എടവണ്ണയിൽ നിന്ന് 506 കിലോമീറ്റർ മാറിയുമുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിലും രക്ഷാപ്രവർത്തനം തുടരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് അല്പസമയം മുൻപ് രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്നും കേൾക്കുന്നു. ഇപ്പോൾ റോഡ് ക്ലിയർ ചെയ്യുന്ന പണിയാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും റോഡ് ക്ലിയർ ചെയ്ത് മാത്രമേ മലയുടെ അടിവാരത്തിലേക്ക് എത്താൻ സാധിക്കൂ. അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് ശേഖർ കുര്യാക്കോസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് കാത്തിരിക്കാം. അർജുൻ ചിരിച്ചുകൊണ്ട് തിരികെ വരുന്നതും കാത്ത് ഈ മണിക്കൂറുകളിൽ നമുക്ക് കാത്തിരിക്കാം. വരുന്ന മണിക്കൂറുകളിലും അപ്ഡേറ്റുകൾ പ്രേക്ഷകർക്ക് നൽകും. ഞങ്ങളുടെ പ്രതിനിധി AK അഭിലാഷ് ഇപ്പോൾ തിരൂരിൽ ഈ സംഭവ സ്ഥലത്ത് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേർന്ന് കൂടുതൽ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നൽകുകയും ചെയ്യും. നമ്മൾ വിശദീകരിച്ചത് അർജുൻ എന്ത് സംഭവിക്കുന്നു എന്നാണ്. അർജുൻ ജീവനോടെ തിരിച്ചു വരാനുള്ള സാധ്യത 50-50 ആയി ഇപ്പോഴും തുടരുന്നുണ്ട്. ആ 50 പോസിറ്റീവ് 50 ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.